വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് നമ്മൾ ഫസ്റ്റും ഫോളോയും ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ പാസ് ടേബിളും ക്രിയേറ്റ് ചെയ്തു അല്ലെ. പാസ് ടേബിൾ ഒക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പാഴ്സർ എന്ന് പറയുന്ന ഒരു LL1 പാഴ്സർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. കാരണം എല്ലാ ഇപ്പൊ ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് അറിയാം. ഒരു മിനിറ്റ്, ആ ഒരു സ്ലൈഡിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കി കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇതായിരുന്നു നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് പ്രൊഡക്ഷൻ റൂൾ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ പാസ് ടേബിൾ. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇത് നമുക്ക് മനസ്സിലായി ഇത് LL1 പാസർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. ഇത് LL1 പാസർ ആണ്. കാരണം എന്താണ്, എല്ലാ ഈ തന്നിരിക്കുന്ന എല്ലാ അതായത് എല്ലാ സെല്ല് നോക്കിയാലും ഓരോ സെല്ലിനകത്തും എന്താ ഒരു പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു പ്രൊഡക്ഷൻ റൂൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് LL1 പാഴ്സർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ റൂൾസ് വരുവാണെങ്കിൽ അത് LL1 പാഴ്സർ അല്ല, LL1 പാഴ്സർ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു കേസിൽ ഇത് LL1 പാഴ്സർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ നമ്മൾ നിർത്തിയതല്ലേ. ഇനി ഇതുകൂടാതെ ആ ക്വസ്റ്റിനകത്ത് കുറച്ച് ഒരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഇൻപുട്ട് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാഴ്സർ ആ ഇൻപുട്ട് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതായിരുന്നു ഇത് തന്നെ അല്ലെ. ഈ ഓപ്പൺ ബ്രാക്കറ്റ് A, ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഇതായിരുന്നു നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഈ ഇൻപുട്ട് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാഴ്സർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലെ. ആ ഒരു ഇതോടെ കഴിഞ്ഞാലേ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങാം അല്ലെ. നമുക്ക് സ്റ്റാക്ക് ഉണ്ട്, നമ്മുടെ ഇൻപുട്ട് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഓക്കെ, കമന്റ്സ് നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് ഡോളറിനെ പുഷ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ട വഴി. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ആദ്യം സ്റ്റാക്കിലേക്ക് നമ്മൾ ഡോളറിനെ പുഷ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിനെയും കൂടെ പുഷ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് സിമ്പിൾ എന്താണ്? എസ് ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ അല്ലെ. നിങ്ങൾ ആ ഗ്രാമർ നോക്കിയേ. ഗ്രാമർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എസ് ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ. കണ്ടോ, എസ് അല്ലേ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡോളറിനെ പുഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിനെ നമ്മൾ പുഷ് ചെയ്യണം. ഓക്കെ, ഇനി നേരെ ഇൻപുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കംപ്ലീറ്റ് ഇൻപുട്ട് ഓപ്പൺ ബ്രാക്കറ്റ് A, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഡോളർ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാക്കിലേക്ക് ആദ്യം ഡോളറിനെ പുഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനുശേഷം നമ്മൾ നമ്മുടെ ഇൻപുട്ട് സിമ്പിളിനെ പുഷ് ചെയ്യുക. ഇൻപുട്ടിന്റെ അവിടെ നമ്മൾ കംപ്ലീറ്റ് ഇൻപുട്ട് എഴുതിയതിനു ശേഷം ലാസ്റ്റ് ഒരു ഡോളറും കൂടെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ കമ്പാരിസൺ തുടങ്ങുക. ഈ റൂൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടെന്നുള്ളതിന്റെ 3 റൂൾ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. അപ്പൊ അത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ, എസ് ആണ് നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നത് അല്ലെ. ഇവിടുത്തെ ആദ്യത്തെ എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലെ. ഒരു ബന്ധവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഓപ്പൺ ബ്രാക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എസിന്റെ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ ബ്രാക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എസിന്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അത് ഏതാണ്? എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് T ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷനാണ്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്രൊഡക്ഷൻ റൂൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രൊഡക്ഷൻ, അതായത് ഈ ലാസ്റ്റ് സാധനം ഉണ്ടല്ലോ, കണ്ടോ, എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് T ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഈ പ്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കണ്ടോ, എസ് ടെൻസ് ടു ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യണം? നേരെ തിരിക്കണം, നേരെ തിരിച്ചെഴുതണം. അപ്പം ഓപ്പൺ ബ്രാക്കറ്റ് T ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്നുള്ളത് നേരെ തിരിഞ്ഞു വരുമ്പോൾ എന്ത് വരും? ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആദ്യം വരും, പിന്നെ T വരും, ഓപ്പൺ ബ്രാക്കറ്റ് അവസാനവും വരും. ഓക്കെ, അത് വേണം നമ്മൾ ഈ എസിന് പകരം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരുന്നത്? ഓൾറെഡി നമുക്കിവിടെ ഡോളർ ഉണ്ട്. ഇനി എന്ത് വരും? ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും, പിന്നെ T വരും, പിന്നെ എന്ത് വരും? ഓപ്പൺ ബ്രാക്കറ്റ് വരും. കണ്ടോ, നേരെ തിരിച്ചെഴുതണം. ഇനി നമ്മുടെ ഇൻപുട്ടിൽ എന്താ ഉള്ളത്? ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, A ഉണ്ട്, പിന്നെ ഒരു കോമയുണ്ട്, വീണ്ടും ഒരു A ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ എന്താണ്? നമ്മുടെ ഡോളർ സിമ്പിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് അല്ലെ. ഇനി സ്റ്റാക്കിന്റെ ടോപ്പിലോട്ട് നോക്കി, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി ഇൻപുട്ടിൽ ആദ്യം എന്താ കിടക്കുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ്. രണ്ടുപേരും സെയിം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം. അപ്പോൾ പോപ്പ് ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റിനെ എടുത്ത് മാറ്റി. ഇനി നമ്മുടെ സ്റ്റാക്കിനകത്ത് എന്തുണ്ട്? ഡോളർ ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, T ഉണ്ട്. ഇനി നമ്മുടെ ഇൻപുട്ടിനകത്ത് എന്തുണ്ട്? ഇൻപുട്ടിനകത്തും നമ്മൾ ഇതെടുത്ത് മാറ്റണം, ഓപ്പൺ ബ്രാക്കറ്റിനെ എടുത്ത് മാറ്റണം. ഇനി ബാക്കി ഇൻപുട്ടിൽ എന്തുണ്ട്? A ഉണ്ട്, ഒരു കോമയുണ്ട്, വീണ്ടും ഒരു A ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ലാസ്റ്റത്തെ ഡോളറും ഉണ്ട്. ഓക്കെ, ഇനി ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് ഇനി സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താ? T ആണ്.
ഇവിടെ ആദ്യം കിടക്കുന്നത് എന്താ, എ ആണ്. കമ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ട് തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലെ. അവ രണ്ടും ഒരു ബന്ധവും ഇല്ല എങ്കിൽ നമുക്ക് ടിയുടെ ഒരു പ്രൊഡക്ഷൻ നോക്കണം. ടിയുടെ പ്രൊഡക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ടിയുടെ പ്രൊഡക്ഷൻ, ടിയും എയുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ടിയെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടിയുടെ നമുക്ക് ആകെപ്പാടെ ടിയുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് നോക്കിയേ. നമുക്ക് ആകെ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്ന ആകെ ഒരു ഒറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ കണ്ടോ. ടി ടെൻസ് ടു എസ് ടി ഡാഷ് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ടിക്ക് വേറെ ഒരു പ്രൊഡക്ഷനും ഇല്ല, പ്രൊഡക്ഷൻ റൂൾ ഒന്നും ഇല്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താ, അത് വെച്ചിട്ട് മാത്രമല്ലേ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രൊഡക്ഷൻ അത് തന്നെയാണ്, അല്ലാതെ വേറെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. സോ ടി ടെൻസ് ടു എസ് ടി ഡാഷിനെ തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ഇപ്പൊ ഇത് എയുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ, ഇതിനകത്ത് എ വരുന്നില്ലല്ലോ. പക്ഷേ നമുക്ക് ടിയുടെ പ്രൊഡക്ഷനെ മാറ്റണം. കാരണം ടി വെച്ചിട്ട് മാറ്റാൻ ആകെ ഒരു പ്രൊഡക്ഷൻ അല്ലേ ഉള്ളൂ, വേറെ ഇല്ലല്ലോ. അപ്പൊ വേറെ ഒരു വഴിയില്ല. ഇനി എന്ത് ചെയ്യണം, ഈ എസ് ടി ഡാഷിനെ തിരിക്കണം. തിരിക്കുമ്പോൾ ടി ഡാഷ് എസ് എന്ന് വരും അല്ലെ. ഇനി നമ്മൾ ടിക്ക് പകരം ടി ഡാഷ് എസ് എന്നാണ് എഴുതേണ്ടത് നമ്മുടെ സ്റ്റാക്കിനകത്ത്. അപ്പം ഡോളർ കോമ ടിക്ക് പകരം നമ്മൾ എന്ത് എഴുതണം, ടി ഡാഷ് എസ് എന്ന് എഴുതണം. ടി ഡാഷ് എസ് എന്ന് എഴുതി. ഇനി നമ്മുടെ ഇൻപുട്ടിനകത്ത് എന്തുണ്ട്, പഴയ പോലെ തന്നെ എ ഉണ്ട്, കോമയുണ്ട്, എ ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡോളറും ഉണ്ട്. ഇനി എസും എയും കൂടെ ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. എസും എയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയേ. അതായത് എയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. എയുമായിട്ട് കണക്ട് ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. എസ് ടെൻസ് ടു എ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ എസ് ടെൻസ് ടു എ എന്നുള്ള പ്രൊഡക്ഷനെയാണ് നമ്മളിവിടെ, അതായത് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ട്, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എസ് ടെൻസ് ടു എ ഏറ്റവും ആദ്യം കിടക്കുന്നത് അത് തന്നെയല്ലേ, എസ് ടെൻസ് ടു എ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ആണ് ഇത്. ഈ ഏറ്റവും ആദ്യം കിടക്കുന്ന സാധനം എസ് ടെൻസ് ടു എ കണ്ടോ, അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ എയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ എഴുതാൻ പറ്റും, എസ് ടെൻസ് ടു എ. ഇനി എന്ത് ചെയ്യണം, എസിന് പകരം എ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് വരും, ഡോളർ വരും, ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും, ടി ഡാഷ് വരും, എസിന് പകരം എ കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ, ഇവിടെ എക്ക് എ തന്നെ, എ കോമ എ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഡോളറും വരും. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സ്റ്റാക്കിന്റെ ടോപ്പിൽ എ ആണ്, ആദ്യം കിടക്കുന്ന ഇൻപുട്ട് സിമ്പലിൽ ആദ്യം കിടക്കുന്ന എന്താ, എ. രണ്ട് സെയിം അല്ലേ, അങ്ങനെയാണ് എ എടുത്ത് മാറ്റാമല്ലോ നമുക്ക്. സോ പോപ്പ് എ പോപ്പ് ചെയ്തു. ഇനി എ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ കിട്ടുന്നത്, എ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡോളറും ക്ലോസ്ഡ് ബ്രാക്കറ്റും ടി ഡാഷും ഇവിടെ കിട്ടും, ഇപ്പുറത്ത് കോമ എ കിട്ടും. ഓക്കെ, അപ്പൊ ഡോളർ അപ്പൊ നമ്മളെടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് എന്താ, മാറ്റി കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. നമ്മുടെ ഡോളറിനെ കിട്ടും. അതെ, ഡോളറിനെ കിട്ടി. പിന്നെ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, ടി ഡാഷ് ഉണ്ട് അല്ലെ, ടി ഡാഷ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ്, ഇപ്പുറത്ത് എന്താണ്, ആദ്യത്തെ എ പോയല്ലോ, എ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമയേ ഉള്ളൂ അല്ലെ. കോമയുണ്ട്, പിന്നെ ഒരു എ ഉണ്ട്, പിന്നെ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റും ഉണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ നമ്മുടെ ഡോളർ, അതും മറക്കല്ലേ. അപ്പൊ ഇത്രയുണ്ട്. ഇനി നമ്മൾ കമ്പയർ ചെയ്തേ, ടി ഡാഷും ഈ കോമയും കൂടെ കമ്പയർ ചെയ്തേൽ നമുക്ക് മനസ്സിലാകും. ഈ കോമയായിട്ട് ബന്ധപ്പെട്ട ടി ഡാഷിന് ഒരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ട്. അത് ഏത് റൂളാ, ടി ഡാഷ് ടെൻസ് ടു കോമ എസ് ടി ഡാഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഉണ്ട് ഇല്ലേ. അതായത് കോമയായിട്ട് ബന്ധപ്പെടുത്തി ടി ഡാഷിന് ഒരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ലാസ്റ്റത്തെ പ്രൊഡക്ഷൻ നോക്ക്, ടി ഡാഷ് ടെൻസ് ടു ഈ പ്രൊഡക്ഷൻ, ടി ഡാഷ് ടെൻസ് ടു എസ് ടി കോമ എസ് ടി ഡാഷ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കണ്ടോ. അപ്പൊ ഇത് ടി ഡാഷുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന പ്രൊഡക്ഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, എളുപ്പമല്ലേ. അപ്പൊ ഇനി നമ്മൾ ഇതിനെ തിരിക്കുമ്പോൾ എന്ത് വരും, ടി ഡാഷ് എസ് കോമ എന്ന് തന്നെ വരും അല്ലെ. അപ്പൊ ഇവിടെ ഡോളർ ഉണ്ട്, കോമയുണ്ട്. ഈ ടി ഡാഷിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ടി ഡാഷ് എസ് കോമ എന്ന് എഴുതണം അല്ലെ. ഈ ടി ഡാഷ് മാറ്റിയിട്ട് ടി ഡാഷ് എസ്, മറ്റേതിനെ തിരിച്ചത് ടി ഡാഷ് എസ് കോമ എന്ന് വരും അല്ലെ. വന്നു. ഇനി ഇവിടെ എന്തുണ്ട്, കോമയുണ്ട്, എ ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡോളർ ഉണ്ട്. ഇനി കമ്പയർ ചെയ്ത് നോക്കിയേ, സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്ന കോമ, നമ്മുടെ ഇൻപുട്ടിൽ ആദ്യം കിടക്കുന്ന കോമ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കോമയെ പോപ്പ് ചെയ്യുക, പോപ്പ് കോമ. അപ്പൊ കോമ സിമ്പിളിനെ നമ്മൾ എന്ത് ചെയ്തു, പോപ്പ് ചെയ്ത് മാറ്റി. ഇത് കോമയാണ്. ഓക്കെ, വരച്ചപ്പോൾ ഇച്ചിരി നീണ്ടുപോയതാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യണ്ടേ, അപ്പൊ ഇവിടുന്ന് പോയി. ഇനി ബാക്കി എന്താ നമ്മുടെ സ്റ്റാക്കിനകത്തുള്ളത്, ഡോളർ ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, ടി ഡാഷ് ഉണ്ട്, എസ് ഉണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഇൻപുട്ടിനകത്ത് എന്തുണ്ട്, എയും ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, ഒരു ഡോളറും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഇൻപുട്ടിനകത്തുള്ളത്. ഇനി ഇവർ തമ്മിൽ നോക്കിയാൽ ഇവിടെ എസും ഇവിടെ എയും ആണ് അല്ലേ. സ്റ്റാക്കിനകത്ത് ആദ്യം എസും ഇൻപുട്ടിന്റെ അകത്ത് സിമ്പിൾ എയും അല്ലേ. ഇവിടെ എസും വന്നു,
ഇവിടെയും വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് എയുമായിട്ട് ബന്ധപ്പെടുത്തി എസിന് എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. എസ് ടെൻസ് ടു എ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ട്. എസ് ടെൻസ് ടു എ, അതെടുത്ത് ഇങ്ങോട്ട് ഇടുക. അപ്പം എസിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വന്നു? ഡോളർ വന്നു, ക്ലോസ്ഡ് ബ്രാക്കറ്റ് വന്നു, ടി ഡാഷ് വന്നു, എസിന് പകരം ഞാൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എ ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, ഡോളർ ഉണ്ട് അല്ലേ? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കിടക്കുന്ന എ, ഇവിടെ കിടക്കുന്ന എ. അപ്പൊ എന്ത് ചെയ്യുക? എ പോപ്പ് ചെയ്യുക, പോപ്പ് എ, പോപ്പ് എ. ഞാൻ എ പോപ്പ് ചെയ്തു. ബാക്കി എന്തുണ്ട്? ഡോളർ ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, ടി ഡാഷ് ഉണ്ട് അല്ലെ? ഇവിടെ എന്തുണ്ട്? ഇവിടെ എ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റും ഒരു ഡോളർ മാത്രമേ വരുന്നുള്ളൂ. ഇനി നോക്കുക, ഇവിടെ നമ്മുടെ സ്റ്റാക്കിനകത്ത് ആദ്യം കിടക്കുന്ന എന്താ? ടി ഡാഷ് ആണ്. ടോപ്പിൽ കിടക്കുന്ന ടി ഡാഷ്, ഇവിടെ നമ്മുടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടി ഡാഷുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ടി ഡാഷിന്റെ തൊട്ട് പുറകിൽ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇല്ലേ, അതിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ഇവിടെ ഈ സ്റ്റാക്കിനകത്ത് ടി ഡാഷിന്റെ പുറകിലേക്ക് ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എന്താ ചെയ്യേണ്ടത്? ഈ ടി ഡാഷിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ മതി. ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ടി ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്ഷൻ എടുക്കുവാണെങ്കിൽ എന്താ? ടി ഡാഷിന് പകരം നമുക്ക് എപ്സിലോൺ ഇട്ടാൽ ടി ഡാഷ് ഇവിടുന്ന് പോയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തേ കാണുള്ളൂ? ബാക്കി എന്തേ കാണുള്ളൂ? നമ്മുടെ സ്റ്റാക്കിനകത്ത് ഡോളറും കാണുള്ളൂ, പിന്നെന്താണ്? ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റേ കാണുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഇൻപുട്ടിനകത്ത് എന്താണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റും ഡോളറും ആയിരിക്കും വരുന്നത്. ഇനി നോക്കിയേ, ഇനി നോക്കുക, നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പും ഇൻപുട്ടും എന്താ? സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ പോപ്പ് ചെയ്തെടുക്കാം. പോപ്പ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇനി ബാക്കി എന്തുണ്ട്? സ്റ്റാക്കിനകത്തും ഡോളർ, ഇൻപുട്ടിനകത്തും ഡോളർ. ഓക്കെ, അതായത് രണ്ടിടത്തും ഡോളർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അക്സെപ്റ്റ്, അക്സെപ്റ്റ് ഫുൾ, അക്സെപ്റ്റ് ദ ഫുൾ സ്ട്രിങ്. ഈ ഫുൾ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണം. അതായത് കോമ, ക്ലോസ്, ഓപ്പൺ ബ്രാക്കറ്റ്, കോമ, സോറി, ഓപ്പൺ ബ്രാക്കറ്റ് എ, കോമ എ, ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഈ കംപ്ലീറ്റ് സ്ട്രിങ്ങിനെയും അക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടിടത്തും ഇവർ വന്നു കഴിഞ്ഞാൽ, അതായത് ഡോളർ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? അവസാനം സ്റ്റാക്കിനകത്തും ഡോളർ, ഇൻപുട്ടിനകത്തും ഡോളർ ആണ് കാണിക്കുന്നെങ്കിൽ എന്താണ്? ഫുൾ സ്ട്രിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ പാസർ ഫുൾ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്, ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ക്വസ്റ്റിന്റെ ആൻസർ. എന്താണ് നമ്മുടെ ആൻസർ? അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഴ്സർ ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.